അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്തൊരാവശ്യവും സഫലമാകാൻ വേണ്ടി സുബ്ഹി നിസ്കാര ശേഷം ചൊല്ലേണ്ട ഒരു ദുആഇനെ കുറിച്ചാണ്. നമ്മളെല്ലാവരും സുബ്ഹി നിസ്കരിക്കുന്നവരാണല്ലോ. സുബ്ഹിയുടെ സമയത്ത് ഒരുപാട് ചോദ്യങ്ങൾക്ക് അല്ലാഹു നമ്മൾക്ക് ഉത്തരം നൽകുന്ന ഒരു സമയമാണ്. സുബ്ഹി നിസ്കരിക്കാത്ത ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ബറക്കത്ത് ഉണ്ടാവുകയില്ല. ഉദാഹരണത്തിന്, ഇന്ന് നിങ്ങൾ സുബ്ഹി നിസ്കരിച്ചില്ല എങ്കിൽ ഇന്നത്തെ നിങ്ങളുടെ ദിവസം ഒരു അശുഭമായിരിക്കും. ഒന്നിനും ഒരു ഉഷാറില്ലായ്മയും ജോലികൾക്ക് തീരാത്ത പോലെയും എല്ലാ കാര്യങ്ങൾക്കും ഓരോ തട്ടിമുട്ട് ഉണ്ടാവുകയൊക്കെ ചെയ്യും. സുബ്ഹി ബാങ്ക് കേട്ട ഉടനെ എണീച്ച് വുളൂ എടുത്ത് നിസ്കരിച്ച് കുറച്ചു സമയം ഖുർആനൊക്കെ പാരായണം ചെയ്താൽ തന്നെ അന്നത്തെ ദിവസത്തിന് ഒരു പോസിറ്റീവ് എനർജിയാണ്. നമ്മുടെയൊക്കെ മനസ്സിൽ പല ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ ഉണ്ട്. ഇതൊക്കെ നിറവേറാൻ വേണ്ടി നാം പ്രാർത്ഥിക്കുകയും നേർച്ചകൾ നേരുകയും ഒക്കെ ചെയ്യാറുണ്ട്. ചിലതൊക്കെ ശരിയാകാറുണ്ട്, ചിലത് ശരിയാകാറില്ല. ഈ സമയത്ത് ചൊല്ലാൻ പറ്റിയ ദിക്റുകളും ദുആകളും ഹദീസുകളിലും ഗ്രന്ഥങ്ങളിലും ഒരുപാട് ചെയ്യാനുണ്ട്. അതിൽപ്പെട്ട ഒരു ദുആഇനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഈ ദുആ സുബ്ഹി നിസ്കാര ശേഷം 3 തവണ ഓതണം. നമ്മൾ സുബ്ഹി നിസ്കരിച്ച് ഖുർആനൊക്കെ പാരായണം ചെയ്ത് മറ്റു ദിക്റുകളൊക്കെ ചൊല്ലൽ കഴിഞ്ഞ ശേഷം ഈ ദുആ 3 വട്ടം തെറ്റാതെ ഓതുക. ഓരോ വട്ടം ദുആ ചെയ്തതിന് ശേഷം നമ്മുടെ ആവശ്യം അല്ലാഹുവിനോട് പറയുക. ഉറപ്പായും ഫലം കിട്ടും. ദുആ പറഞ്ഞു തരാം. അല്ലാഹുമ്മ ലാ ഇലാഹ ഇല്ലാ അൻത യാ മന്നാനു യാ ബദിഉസ് സമാവാതി വൽ അർള് യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി. ഈ ദുആ ചെയ്തിട്ട് നമ്മുടെ ആവശ്യം ആത്മാർത്ഥമായി അല്ലാഹുവിനോട് പറയുക. അല്ലാഹു സ്വീകരിക്കും ഇൻഷാ അല്ലാഹ്. ഇങ്ങനെ കുറച്ച് ദിവസം ചെയ്യുക. വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നൂറ് ദുആ എന്ന ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു.